നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. എൻ്റെ നാട് വരുന്നത് പാലക്കാട് പട്ടാമ്പിയാണ്. ഞാനിവിടെ അനിമൽ റെസ്ക്യൂവിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 2 months ആയി. ഇതിന് മുന്നേ ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ ഡേസി ടെക്നീഷ്യനായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ എൻ്റെ നെയ്ബറായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടും കൂടിയായ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് എനിക്ക് ഫസ്റ്റായിട്ട് എനിക്ക് ഡോഗ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ആൾ വഴിയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് എത്തുന്നത് കൂടി. നാട്ടിൽ ഞാനൊരു 25 ഡോഗ്സോളം ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് കൊച്ചിയിലോട്ട് വന്ന് നമ്മുടെ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സജിത്തിനെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ വരുന്നത് സജിത്താണ്. തോപ്പുംപടിയാണ് വീട് വരുന്ന ആളുടെ. അപ്പോൾ ആളിനെ പരിചയപ്പെടുന്ന അവിടെ നിന്നാണ് ഒരു റെസ്ക്യൂ കേസായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഇപ്പോൾ അടുത്താണ് ആളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ആൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന മാനേജർ പോസ്റ്റിലോട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. നമുക്ക് മോർണിംഗ് ഒരു 11 ആയപ്പോഴത്തേക്കാണ് കോൾ വന്നത്. അരൂരിൽ നിന്ന് ഒരു ലേഡി വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ ഡോഗ് ടാറിൻ്റെ പാട്ടിൽ വീണെന്നുള്ളത്. പക്ഷേ ഇത്രയും ഒരു വലിയൊരു ഇതാണെന്ന് നമ്മൾ അറിയില്ല. ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു കാലും ഫ്രണ്ടിലത്തെ കൈയും പിന്നെ ഫുൾ ബോഡിയും അതിൽ സ്റ്റക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് അപ്പോൾ തന്നെ നമ്മൾ ആ വലിയ പാട്ടയായിരുന്നു. അതോടുകൂടി തന്നെ ആംബുലൻസിലെടുത്തു. ഗാന്ധിനഗറിലെ ഫയർ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സെഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോഗ് കുറച്ച് അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ സെഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗാന്ധിനഗറിൽ അവിടെ പോയി. അപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഇവിടെ വന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഏകദേശം 2 മാസം ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ റെസ്ക്യൂ കേസസ് ഒരുപാട് വരുന്നുണ്ട്. കൂടുതലും നമുക്ക് അബാൻ ചെയ്ത കേസസാണ് വരുന്നത്. അതായത് വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിനെയൊക്കെ അവർ റോട്ടിലോട്ട് ഉപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അധികം. ഇപ്പോൾ ഒരുപാട് കുട്ടിയാവുമ്പോൾ തന്നെ മേടിക്കുന്ന ഡോഗ്സ് അവർ അതിൻ്റെ ക്യൂട്ട്നെസ് മാറുമ്പോൾ അതിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെന്നെ നേരിട്ട് റോട്ടിലോട്ടാണ് ഒഴിവാക്കുന്നത്. വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആകുമ്പോൾ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് അന്വേഷിക്കാനോ ഫുഡ് കഴിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അതിന് ഒരുപാട് കേസസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-20 കേസസോളം അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട്, നമുക്കിങ്ങനെ ലാബ്രഡോറിനെ റോട്ടിൽ കാണുന്നുണ്ട്, ഡോബർമാനെ റോട്ടിൽ കാണാറുണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഷെൽട്ടറിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 150 ഡോഗ്സോളം നമുക്കിപ്പോൾ നിലവിലുണ്ട്. അതിൽ തന്നെ പപ്പീസ് വരുന്നുണ്ട്, അഡൾട്ട് ഡോഗ്സ് വരുന്നുണ്ട്, ഇഞ്ചോർഡ് ഡോഗ്സ് വരുന്നുണ്ട്, ഹെൽത്തി ഡോഗ്സ് വരുന്നുണ്ട്, അബാൻ ചെയ്ത ഡോഗ്സ് വരുന്നുണ്ട്. ഇത്രയും ഡോഗ്സൊക്കെ നമുക്ക് റെസ്ക്യൂ സെൻറ്ററിൽ വരുന്നുണ്ട് ഇപ്പോൾ. അത് കൂടാതെ ക്യാറ്റ്സ് വരുന്നുണ്ട്. മെയിനായിട്ടിപ്പോൾ 2 കേസസ് വരുന്നുണ്ട്. ഒന്നൊരു ഡോഗാണ് വരുന്നത്. ഡോഗിൻ്റെ കേസ് പറയുമ്പോൾ ആളുടെ പേര് സ്റ്റാർ എന്നാണ്. ആൾ ബ്ലൈൻഡാണ്. ആക്സിഡൻ്റായിട്ട് 2 കണ്ണും പുറത്തോട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ സർജറി ചെയ്താൽ 2 കണ്ണും ഒഴിവാക്കുക ചെയ്ത്. അങ്ങനെ ഒരു ഡോഗ് അവിടെ ഉണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ രണ്ടാമതുള്ളത് ഒരു ക്യാറ്റാണ് വരുന്നത്. ഒരു പേർഷ്യനാണ്. ശരിക്കും ആളേനെ അബാൻ ചെയ്തതാണ്. ഒരു വീട്ടിൽ നിന്ന് അബാൻ ചെയ്തതായിരിക്കും. കാരണം പേർഷ്യൻ ക്യാറ്റാണ്, റോഡിൽ വരാൻ ചാൻസ് ഇല്ല. അബാൻ ചെയ്ത ക്യാറ്റാണ് വരുന്നത്. തോന്നുന്നു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം അബാൻ ചെയ്തതായിട്ടാണ് കണ്ടിട്ട് ഫീലായത്. കാരണം കൊണ്ടുവരുമ്പോൾ തന്നെ ആളുടെ ഫ്രണ്ടത്തെ ലെഫ്റ്റ് ലെഗിന് നല്ല രീതിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചു. നമുക്കത് റെഡി ആവില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പിന്നെ ഓപ്ഷൻ പറഞ്ഞത് സർജറി ചെയ്ത് ലെഗ് ഒഴിവാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് പറഞ്ഞത്. ലെഗ് ഒഴിവാക്കിയതിന് ശേഷം ആൾ ഇപ്പോൾ ഓക്കെയാണ്, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഒരു ഫീമെയിൽ ക്യാറ്റാണ് വരുന്നത്. ഗ്രേ കളറുള്ള ഒരു ഫീമെയിൽ ക്യാറ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. നല്ല ആക്റ്റീവാണ്. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച്. അപ്പോൾ ഏകദേശം ഒരാൾ വന്ന് നോക്കി പോയിട്ടുണ്ട്. അധികം ആൾ അഡോപ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. നമുക്കിവിടെ ക്യാറ്റ്സ്, ഡോഗ്സ് അല്ലാതെ നമുക്ക് വരുന്ന ഒരു എരുമ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മൂരിക്കുട്ടി, ഒരാട്, ഇതെല്ലാം നമ്മൾ റെസ്ക്യൂ ചെയ്തെടുത്തതാണ്. കിട്ടുമ്പോൾ ചെറിയ രീതിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഇയറിലൊക്കെ ചെറിയ രീതിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നോർമലി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെസ്ക്യൂ സെൻറ്ററിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഡ്രീം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലൊരു റെസ്ക്യൂ സെൻറ്റർ തുടങ്ങാനുള്ളൊരു പ്ലാന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഇപ്പോൾ ഒരു ജോബ് എന്നുള്ള രീതിക്കല്ല ഞാനിപ്പോൾ നോക്കുന്നത്. ഒരു പാഷൻ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഫ്യൂച്ചറിൽ തുടങ്ങും.